Question number 29. ചോദ്യം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരുന്നു. നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ചോദ്യം എങ്ങനെയാണ്? കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 72 മില്ലിമോൾസ് ഓഫ് PbCl2 മിക്സ്ഡ് വിത്ത് 50 മില്ലിമോൾസ് ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് ആണെങ്കിൽ എമൗണ്ട് ഓഫ് ലെഡ് ഫോസ്ഫേറ്റ് ഫോംഡ് എസ്. അപ്പോൾ നമുക്കവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാ എന്ന് കണ്ടുപിടിക്കണം. ആ റിയാക്ഷൻ ഞാനെന്ന് എഴുതാം. 3 moles of PbCl2 plus 2 moles of ammonium phosphate. It gives 1 mole of lead phosphate plus 6 moles of ammonium chloride. ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം, സ്റ്റോഷിയോമെട്രിക് റേഷ്യോ പറയുന്നത് 3 moles or 3 millimoles of lead chloride 2 millimole അമോണിയം ഫോസ്ഫേറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ 72 മില്ലിമോൾസ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. 72 മില്ലിമോൾസിന് 2/3 ഇൻറ്റു 72 മില്ലിമോൾസ് അല്ലേ വേണ്ടി വരിക. 2/3 ഇൻറ്റു 72 എന്ന് പറഞ്ഞാൽ 3ഉം 72ഉം പോയാൽ 24 വരും. ദർഫോർ 72 മില്ലിമോൾസിന് 48 മില്ലിമോൾ അമോണിയം ഫോസ്ഫേറ്റ് മതി. നമ്മൾ 50 മില്ലിമോൾ എടുക്കുന്നുണ്ട്. സോ അമോണിയം ഫോസ്ഫേറ്റ് എക്സസ് ആണ്. അപ്പോൾ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ലെഡ് ക്ലോറൈഡ് ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് മനസ്സിലായി. ആദ്യം റിയാക്ട് ചെയ്ത് തീരുക ലെഡ് ക്ലോറൈഡ് ആണ്. അപ്പോൾ ലെഡ് ക്ലോറൈഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എന്ത് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം, 3 മില്ലിമോൾ PbCl2 നിന്ന് നമുക്ക് 1 മില്ലിമോൾ Pb thrice PO4 twice ആണ് കിട്ടുക. ലെഡ് ഫോസ്ഫേറ്റ് ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? 72 മില്ലിമോൾസിൽ നിന്ന് എത്ര കിട്ടും? അപ്പോൾ 72 മില്ലിമോൾസിൽ നിന്ന് എത്ര നമുക്ക് കിട്ടുക? 1/3 ഇൻറ്റു 72. ആൻഡ് 1/3 ഇൻറ്റു 72 എന്ന് പറഞ്ഞാൽ 24 ഈസ് ദി ആൻസർ. 24 മില്ലിമോൾസ് ഓഫ് ലെഡ് ഫോസ്ഫേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദ റൈറ്റ് ആൻസർ ഇസ് 24. 24 ഈസ് ദി റൈറ്റ് ആൻസർ.